ത്രിയേക ദൈവത്തിന് സ്തുതി. വലിയ നോമ്പിന്റെ 24-ാം ദിവസം നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഇതിൽ നമ്മുടെ കർത്താവ് നിക്കോദീമോസിന് രക്ഷയുടെ മർമ്മത്തെക്കുറിച്ച് വിവരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവയെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും. ഈ വേദഭാഗത്തിന്റെ ഏതാണ്ട് 13-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒന്നുണ്ട്. മനുഷ്യപുത്രനെ കുറിച്ചും എപ്രകാരം നമുക്ക് മനുഷ്യപുത്രൻ വഴിയായി, ക്രിസ്തു വഴിയായി, തന്റെ ഏകജാതൻ വഴിയായി രക്ഷ അവകാശമാക്കുവാൻ സാധിക്കുമെന്നുള്ളത്. അതിപ്രകാരമാകുന്നു മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാത്ത നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിതാവിന്റെ വലിയൊരു സ്നേഹത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്മുടെ ദൈവം, പിതാവാൻ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. സ്വയം യാഗമായി തീരുവാൻ ഭൂമിയിലേക്ക് അയച്ചു. ഈ നോമ്പുകാലം എന്നതും ആ വലിയൊരു യാഗത്തിന്റെ അനുസ്മരണയാണല്ലോ. അവയെ നമ്മൾ ഓരോരുത്തരും വീണ്ടും കൊണ്ടാടുന്നതാകുന്നല്ലോ, അവയെ നമ്മൾ സ്മരിക്കുന്നതാകുന്നുവല്ലോ. നമ്മുടെ കർത്താവ് നാം ഓരോരുത്തരുടെയും നമുക്ക് ഓരോരുത്തർക്കും രക്ഷയെ സൗജന്യമായി പ്രദാനം ചെയ്യേണ്ടതിന് വേണ്ടിയാകുന്നു ഭൂമിയിലേക്ക് മനുഷ്യാവതാരം എടുത്തു വരികയും തന്റെ ജീവനെ ക്രൂശന്മേൽ 3 ആണികളാൽ മരക്കുരിശന്മേൽ നമുക്കായി സമർപ്പിച്ചത്. ഇസ്രായേൽ മക്കളുടെ മരുഭൂപ്രയാണത്തിൽ അവർ അഗ്നിസർപ്പത്തിന്റെ കടിയേൽക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രകാരം തന്നെയാകുന്നു നാമും. ഇന്ന് ലോകം അതിന്റെ മോഹങ്ങൾക്കും പിന്നാലെ നാം ഓടുമ്പോൾ പിശാച് ലോകത്തിന്റെ മോഹങ്ങളും നമ്മെ അഗ്നിസർപ്പത്തെ പോലെ നമ്മെ പിടിമുറുക്കുകയും നമ്മെ അതിന്റെ വയറ്റിലാക്കുവാനും ശ്രമിക്കുകയാണ്. ഇവിടെയാണ് നാം പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുമ്പോഴും ഉറച്ചൊന്ന് പിതാവാം ദൈവമേ, എന്റെ തമ്പുരാനെ എന്ന് വിളിച്ചാൽ നമുക്ക് വേണ്ടി ഓടിയെത്തുന്ന ഒരു നാഥനെ നമുക്ക് കാണാൻ സാധിക്കും. ആ പുത്രൻ വഴിയായി, പിതാവ് തന്റെ പുത്രനെ വഴിയായി നമ്മുടെ പാപങ്ങളെ എണ്ണാതെ, ആ പാപങ്ങളെ പുറത്തുകൊണ്ട്, പാപങ്ങളെ കണക്ക് ചോദിക്കാതെ നമുക്ക് സൗജന്യമായി നമ്മെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചു കൊള്ളുവാനായി രക്ഷയെ പ്രദാനം ചെയ്യാൻ വേണ്ടി തന്റെ പുത്രനെ സ്വയം യാഗമായി അർപ്പിക്കുന്നു. ആ പുത്രൻ എന്തിന് ലോകത്തിലേക്ക് വന്നു എന്ന്, ആ പുത്രന്റെ സ്നേഹത്തെക്കുറിച്ചും നാം പാപികളായിട്ടും നമ്മളോട് നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം കണക്ക് ചോദിക്കുകയല്ല അത് ചെയ്തത്. മറിച്ച് നമ്മുടെ പാപങ്ങൾ ഓർക്കാതെ, നമ്മുടെ അസംഖ്യ പാപങ്ങളെ ഓർക്കാതെ ദീർഘമായി നമ്മോട് ക്ഷമിക്കുകയും തന്റെ മാർവോട് ചേർത്തണയ്ക്കുകയും ചെയ്യുന്ന വലിയൊരു ദൈവത്തെയും ആ ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട്, അവൻ നീതിമാന്മാരെ രക്ഷിപ്പാനല്ല പാപികളെ രക്ഷിപ്പാൻ അത്രേ ഭൂമിയിലേക്ക് വന്നത്. പരസ്പരം പലരെയും ചാരാറുണ്ട്. അവൻ പാപിയായ മനുഷ്യനാകുന്നു. ദിവസത്തിലും അത് കാണുവാൻ സാധിക്കും. ജനസമൂഹമെല്ലാം വേശ്യാസ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായി വരുമ്പോൾ
ക്രിസ്തു ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. നാം ഓരോരുത്തരും കണ്ണിലെ കരടെടുത്ത് കളയാതെ, കണ്ണിലെ വലിയ കോലെടുത്ത് കളയാതെ മറ്റുള്ളവന്റെ കണ്ണിലെ കരട് തപ്പിപ്പോകുമ്പോൾ നാം അവനോട് തന്നെ ചോദിക്കണം. മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടതായ ഒരു ചോദ്യമുണ്ട്. ഇത്രയൊക്കെ ഒരു മനുഷ്യൻ നമുക്ക് വേണ്ടി സ്വയം യാഗമായി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചിട്ടും നാം അവനെ സ്നേഹിക്കുന്നുണ്ട്. ഈ നോമ്പുകാലം അതിനു വേണ്ടിയുള്ളതാകണം. നാം ഈ 50 ദിവസം പൂർത്തീകരിക്കുമ്പോൾ ക്രിസ്തുവിങ്കിലേക്ക് രക്ഷയെ നമുക്ക് അവകാശമാക്കുവാൻ സാധിക്കണം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് കുരിശിൽ യാഗമായി. ആ യാഗം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സുകളിലേക്ക് വരികയും ആ ബോധ്യം വഴിയായി നാം രക്ഷ അവകാശമാക്കാൻ ചെയ്യണം. പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട് എന്ന് പിതാവാം ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ളവയാകുന്നുവല്ലോ. ആ പുത്രൻ വഴിയായി നമുക്ക് രക്ഷയെ അവകാശമാക്കാം. നമ്മുടെ കർത്താവ് തന്റെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് എടുത്തിട്ടുള്ളതാണ് 40 ദിവസത്തെ നോമ്പ്. അതോട് ചേർത്ത് സഭ കാനോനികമായി ഇതിനകത്ത് 10 ദിവസം കൂടെ ആഡ് ചെയ്ത് അത് 50 ദിവസത്തെ നോമ്പാക്കി. കഷ്ടാനുവാഴ്ചയോടനുബന്ധിച്ച്, പീഡാനുഭവവാരത്തോടനുബന്ധിച്ച് ഈ 50 ദിവസം നാം പൂർത്തീകരിക്കുമ്പോൾ, 50 ദിവസം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പാപമാലിന്യങ്ങളെ നമുക്ക് തുടച്ചു നീക്കി ക്രിസ്തു എന്ന രക്ഷയിലേക്ക് നമുക്ക് നോക്കുവാൻ സാധിക്കണം. ആ ക്രിസ്തു വഴിയായി നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട തന്റെ വീണ്ടെടുക്കപ്പെട്ട ജനമായി മാറേണ്ടതായിട്ടുണ്ട്. കർത്താവ് തന്റെ ഗംഭീരനാദത്തോടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ, പ്രധാന മാലാഖയുടെ ശബ്ദത്തോടുകൂടിയും സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ നാമോ അവനോടുകൂടി നിത്യതയെ അവകാശമാക്കുവാനായി വാനമേഘങ്ങളിൽ എടുക്കപ്പെടണം. നാമും അത് അവകാശമാക്കണം. ആ വലിയ രക്ഷയുടെ മർമ്മം അവകാശമാക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു, ആശംസിച്ചുകൊള്ളുന്നു. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രണ്ടാമത്തെ വരവിൽ ജീവനോടെ ശേഷിക്കുന്ന നമുക്ക് മരിച്ചവരെ പിന്തുടരാതെ നമ്മുടെ കർത്താവിന്റെ രക്ഷ മൂലം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം സ്വർഗരാജ്യത്തെ അവകാശമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു, പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.